ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മൾ ഇന്നത്തെയും പോലെ ഇപ്പോൾ ഈ ഷാൾ എന്തിട്ട് വെച്ചാൽ ഇത് അലക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങോട്ട് ഇട്ട് പോകുന്നു കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നും എവിടേക്കെങ്കിലുമൊക്കെ സ്കൂളൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് തന്നെയായിട്ടുള്ള ചോദിച്ചാൽ അതിനുള്ള മറുപടി ആദ്യമേ തരാമെന്ന് എഴുതിട്ടോ. അപ്പോൾ ഇഞ്ചി അത് നമ്മൾ ഇഞ്ചി ചായ ഉണ്ടാക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അപ്പം അത് ആക്കണം. ചോറൊന്ന് വച്ചിട്ട് പോകണം കേട്ടോ. ചോറ് വന്നിട്ട് വെക്കുമ്പോഴത്തേക്ക് നേരം കഴിക്കുകയാണ്. അപ്പോൾ ഒന്ന് ചോറ് വെച്ചിട്ട് പോകണം. പിന്നെ വന്നാൽ കൂട്ടാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടി ആക്കിയാൽ പോരെ. ഇത്ര വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ഇത്. ഓക്കെ, അത്യാവശ്യം നല്ലപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ഒരൊറ്റ ഗ്ലാസ് വെള്ളത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ആക്കണിക്കത് ഇത്രത്തോളം ഇഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതെടുത്തിട്ട് പിന്നെ എന്താണെന്നറിയോ, നമ്മളെ ഇതിൽ ഫ്രിഡ്ജിൽ അപ്പത്തിനുള്ള മാവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി കൊണ്ടിടാം. അവൾക്കുള്ള 2 അപ്പം ചൂടാല്ല മാവ് കേട്ടോ. ഞാൻ എനിക്ക് ഓട്സ് ആക്കാൻ എഴുതിയിട്ടോ ഒന്നും ആക്കാതിരുന്നത്. അല്ലാതെ അപ്പം എനിക്ക് വേണ്ടാന്ന് എഴുതിയിട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കഴുകി ചതച്ചെടുക്കട്ടെ കേട്ടോ. ഇത് തിളച്ച് ആവുന്നുള്ളൂ കേട്ടോ, ആയിട്ടില്ല. പൊടി എടുത്ത് കൊടുന്നു. അപ്പോൾ അതാ ഞാൻ ഇന്നലെ നോട്ടിട്ട് വെച്ചാൽ കേട്ടോ. നമ്മൾ ഫാഷൻ റൂട്ടുമെന്ന് ഇതാ 4 കായ എനിക്ക് പഴുത്ത് ചാടിയത് കിട്ടിട്ടോ. അപ്പം ഇനി ഇത് വന്നിട്ട് ശരിയാക്കാം. ഓക്കെ, ഇത് ഇവിടെ നിന്നോട്ടെ. അങ്ങനെ അതാ മിന്നു പോയിട്ടോ. ഓള് ചായയുടെയൊക്കെ കഴിഞ്ഞു ഓള് പോയി. ഓള് കുടിച്ചാൽ 2 അപ്പം ചുട്ടിയിലിതാ. അപ്പോൾ ഇതാ ഒരപ്പം ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓട്സ് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഈ അപ്പം ബാക്കിയുള്ളത് കളയേണ്ടി വരുമല്ലോ. നമ്മൾ തിന്നണ ഭക്ഷണ സാധനങ്ങൾ കളയാൻ പറ്റില്ല. അപ്പോൾ എനിക്കത് മതിയെന്ന് കരുതി കേട്ടോ. പിന്നെ ഇതാ അവിടെ നമ്മൾ അടുപ്പത്ത് അരിയിട്ടിട്ടുണ്ട്. ചോറായിക്കൊണ്ടിരിക്കണം കേട്ടോ. ഓക്കെ, നമ്മളിത് കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് റൂമിൽ കുറച്ച് അത്യാവശ്യം പണികളുണ്ടാവും. അതൊന്ന് പോയി നോക്കാൻ കേട്ടോ. ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കട്ടാക്കണം അരിഭക്ഷണം കട്ടാക്കണം എന്നറിയണമെന്ന് നമ്മളെ മുളകിതാ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത കടി കൊണ്ട് തന്നൂല. അപ്പോൾ നമ്മളത് എടുത്ത് തന്നു. അതാണ് നമ്മളെ കട്ടാക്കൽ കട്ടാവാതെ പോകണം കേട്ടോ. ഓക്കെ, ഇത് പിന്നെ റൂമിൽ നോക്കട്ടോ. അവിടെ പണികളുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ അതാ രാവിലെ തന്നെ അതാ ഞാനിതാ നമ്മളെ ഫേഷ്യൽ കൂട്ടുന്ന ഒന്നെടുത്തിട്ടോ. ഇത് നമ്മളെ തേങ്ങ കൊട്ടയിണ മാതിരി കൊട്ടയിലിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ മധുരട്ട് തിന്നണം കേട്ടോ. അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. പക്ഷേ നമ്മൾ മധുരം കട്ടീസാക്കിയതുകൊണ്ട് മധുരം ചേർക്കാതെ ഇങ്ങനെ തന്നെ തിന്നണ്ടോ. ഹലോ, ചെറിയൊരു പുളിപ്പ്, ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ കുളിച്ചിട്ട് വന്ന് നമുക്ക് തിന്നാനും എന്താണെങ്കിലും ഒന്ന് കിട്ടാറിഞ്ഞാൽ അത് വലിയൊരു സന്തോഷം കേട്ടോ. അപ്പോൾ രാവിലത്തെ കഴിഞ്ഞു. നമുക്ക് 3 കൂടെ ഉണ്ടാകും വന്നിട്ട്. ചോറ് വന്നിട്ടോ. ചോറ് നമ്മളിവിടെ വാർക്കാനായിട്ട് വെച്ചു. കുറച്ച് കഞ്ഞിവെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇതാ അങ്ങനെ ഞാൻ പോകാനായിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ നമുക്ക് സ്കൂളിലെത്തിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഇതാ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് എപ്പോഴാണ് വെച്ചാൽ നമ്മൾ വീട്ടിലെത്തിയിട്ടാട്ടോ. സ്കൂളിൽ പോരുമ്പോഴൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നിട്ടില്ല കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇതാ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ തന്നു കേട്ടോ. തേങ്ങാ ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോയിട്ടോ, കുറച്ച് വലുതായി പോയിട്ടോ.
അപ്പം അങ്ങനെ ഞാനും ഇതിൻ്റെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടോ. ആദ്യം ഇത് ചെറിയൊരു ബിസ്ക്കറ്റ് ആയിരുന്നല്ലോ, ഈ തേങ്ങാ ബിസ്ക്കറ്റ്, കുറച്ച് കട്ടിയിൽ. പക്ഷെ ഇപ്പോൾ കട്ടി കുറഞ്ഞിട്ട് അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പിലായിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നാട്ടുവർത്താനവും പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ തീരെ നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഈ സംസാരമൊക്കെ. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ വന്ന് ഇനി നമുക്കിന്നെന്താ ചോറൊക്കെ ആക്കിയതുകൊണ്ട് വലിയ പ്രശ്നമല്ല കേട്ടോ. പിന്നെ നമുക്ക് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.